സച്ചിയുടെ രേവതിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്ക് പനി ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം രേവതി കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 പേര് അവിടെ വെറും വയറോട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്ക് നേരെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എല്ലാം രേവതിയുടെ തെറ്റാണ്. ഇനി രേവതി ആർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ല. അച്ഛൻ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അവളുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവൾ ഉണ്ടാക്കി തരും. വേറെ ആർക്കൊക്കെ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നോളാൻ വേണ്ടിയിട്ട് പറയാനുണ്ടോ നമ്മുടെ സച്ചി. അതും പറഞ്ഞ് സച്ചി പോകുമ്പോഴേക്കും, കണ്ടില്ലേ നിങ്ങൾ അവൻ എങ്ങനെ എന്താ പറഞ്ഞിട്ട് പോയെന്നുള്ള കാര്യം രവിയുടെ അടുത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും, ആദ്യം നീ വായടക്കുക എന്നുള്ള കാര്യം പറയാണേ. എന്നെ നിങ്ങൾ വായടപ്പിച്ചോ? ഇന്ന് നമ്മൾ വായും വയറും അടക്കി വെക്കുക തന്നെ വേണ്ടി വരും. കാരണം നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. എല്ലാം എന്റെ വിധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അതേസമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് ചെന്ന് നോക്കാണ് കേട്ടോ രേവതി എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം. രേവതിയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി, നീ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സച്ചിയുടെ ഞാൻ പാത്രം കഴുകുവാണ്. നീ എന്തിനാണ് പാത്രം കഴുകുന്നത് വയ്യാത്ത സമയത്ത് എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ചെന്ന് പിടിക്കുമ്പോഴേക്കും ഭയങ്കര ചൂടുണ്ട് കേട്ടോ നമ്മുടെ രേവതിക്ക്. ഇന്നലെ രാത്രിയേക്കാളും നല്ല പനിയുണ്ടല്ലോ രേവതി ഇന്ന് നിനക്ക്. അതൊന്നും കുഴപ്പമില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇഡ്ലിന്റെ തട്ടിങ്ങ് പോയി എടുക്കുന്നുണ്ട് കേട്ടോ. രേവതി, നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാണ്ട് പോയില്ലേ, അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്കും, അതിന്റെ ഒന്നും ആവശ്യമില്ല, കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് അച്ഛൻ കുടിച്ചോളൂ. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളൂ. നീ പോയിട്ട് റെഡി ആവാൻ നോക്ക്, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, അതൊന്നും വേണ്ട സച്ചിയേട്ടാ എന്ന് പറയാണ് കേട്ടോ. പനി കൂടുതലാന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്, പോയിട്ട് റെഡി ആവുക എന്ന് പറയുമ്പോഴേക്കും, ഇല്ല അതൊന്ന് കിടന്നാൽ ശരിയാവും എന്നുള്ള കാര്യം പറയുമ്പോൾ, പിന്നെ നീ വലിയ ഡോക്ടർ അല്ലേ, പോയി റെഡി ആവുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നിട്ട് തള്ളി വിടുകയാണ് കേട്ടോ രേവതിയെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് രേവതി ചോദിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. വീട്ടിലെന്താ ആളില്ലേ, നീ തന്നെ എല്ലാം ചെയ്യണമെന്നുണ്ടോ? അവരവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോളും. എനിക്ക് വല്ല വയ്യായ്മ വന്നു കഴിഞ്ഞാൽ നിന്നെ ആരാ നോക്കുക? ഞാനൊരാൾ മാത്രമല്ലേ ഉള്ളൂ. ഇനി ട്രിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ നിന്റെ കൂടെ വന്നിരിക്കുന്നതാണോ ചെയ്യേണ്ടത്? ഞാൻ കാരണം ഒരിക്കലും സച്ചിയേട്ടന് വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളും. സച്ചിയേട്ടൻ പോയിക്കോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, വായിൽ തോന്നുന്നത് പറയാൻ നല്ല മിടുക്കാണ്. നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. ഇതിനകത്ത് ഡോക്ടർ മെഡിസിൻ എഴുതി തന്നിട്ടുണ്ട്, അതെല്ലാം കഴിച്ചിട്ട് മര്യാദയ്ക്ക് പോയിട്ട് കിടക്കാൻ നോക്ക്, കിടന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴാണ് ആംബുലൻസ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. ആദ്യം ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്നത് ശ്രുതിയുടെ അമ്മയാണ് കേട്ടോ. അതും കരഞ്ഞുകൊണ്ട് അവരെ കാണുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, നോക്ക് സച്ചിയേട്ടാ, ആദിയുടെ അമ്മമ്മയല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച്. അപ്പോഴാണ് സച്ചി അവരെ നോക്കുന്നത്. അത് കഴിഞ്ഞാണ് ആംബുലൻസിന്റെ സ്ട്രക്ചറിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആദിയെ കാണുന്നത് കേട്ടോ. അയ്യോ ആദിയാണല്ലോ, എന്ത് പറ്റി അമ്മേ, ആദിക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും, അപ്പോഴാണ് വിമല കാണുന്നത് രേവതി അവിടെ നിൽക്കുന്നത്. രേവതി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മേ, എന്താ ആദിക്ക് പറ്റിയത്? അവൻ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിക്കാരൻ വന്ന് ഇടിച്ചിട്ട് പോയതാന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ആംബുലൻസിന്റെ സ്ട്രക്ചറിന് എടുത്തിട്ട് ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചറിലേക്ക് വെക്കുവാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാഷ്വാലിറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോഴേക്കും എന്താ ആക്സിഡന്റ് ആണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, വണ്ടിക്കാരൻ ഇടിച്ചിട്ട് പോയതാണ്, ഞങ്ങൾ ഇവിടെ അടുത്തുള്ള നാട്ടിൽ നിന്നാണ്. അവിടെ കാണിച്ചപ്പോൾ സമയത്താണ് അവര് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എങ്ങനെയെങ്കിലും എന്റെ പേരക്കുട്ടിയെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിമല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ആദ്യക്ക് കണ്ണിനാണ് കേട്ടോ അടിപെട്ടിരിക്കുന്നത്. എത്രത്തോളം അത് ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കണം എന്നും ഉടനെ തന്നെ സർജറി വേണം, പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി ICUലേക്ക് മാറ്റാൻ വേണ്ടി പറയാണ് കേട്ടോ ഡോക്ടർ. എന്നിട്ട് ആദ്യം അങ്ങ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേക്കും വിമലയെ സമാധാനിപ്പിക്കുന്നുണ്ട് രേവതി, ഒന്നും പറ്റില്ല ആദിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് സച്ചി ചോദിക്കുന്നുണ്ട്, ആ വണ്ടിയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. ഇല്ല, ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വിമല കരയുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അവൻ എന്തെങ്കിലും സംഭവിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് വിമല കരയുമ്പോഴേക്കും, ഇല്ല അമ്മേ, അവനൊന്നും സംഭവിക്കില്ല, ആദിക്ക് ഒന്നും സംഭവിക്കില്ല, അവന് ഉടനെ തന്നെ ഭേദാവും, ഞങ്ങളൊക്കെ ഇല്ല അമ്മേ കൂടെ, അമ്മ വന്ന് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വിമലയെ കൊണ്ട് ഇരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. വിമലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ചിന്തിക്കുന്നത്, കല്യാണിയെ ഈ വിവരം അറിയിക്കണല്ലോ. കഷ്ടകാലത്തിനാണെന്നുണ്ടെങ്കിൽ ഇവരിവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ എങ്ങനെ അവളടുത്ത് കാര്യങ്ങൾ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അമ്മേ നിങ്ങളിങ്ങനെ കരയല്ലേ, കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അത് വിഷമാകും, എന്തായാലും സർജറി കഴിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ സച്ചിയും. രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട്, നീ കൂടുതൽ നിൽക്കണ്ട, ഇരിക്കുക എന്നുള്ള കാര്യം. അപ്പോഴേക്കും വിമല ചോദിക്കുന്നുണ്ട്, എല്ലാ മോളെ നിനക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം. അമ്മേ, പനിയായിരുന്നു, ട്രിപ്പ് ഇട്ടു, ഡോക്ടറെ കാണിച്ചിട്ട് പുറത്തേക്ക് വരുമായിരുന്നു എന്നുള്ള കാര്യം പറയാണേ. രേവതി അങ്ങനെ വിമലയുടെ അരികിൽ ചെന്ന് ഇരിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രുതിയും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നുണ്ട്, വരുന്ന കസ്റ്റമർ ഒരു ചെറിയ പ്രൊഡക്റ്റെങ്കിലും മേടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി പാടുള്ളൂ, അത്രയ്ക്ക് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയറിൽ പോയി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് കേട്ടോ. അതിനകത്ത് എന്തോ എം അങ്ങനെ എന്തോ ലെറ്റർ മാത്രമേ അടിച്ചിരിക്കുന്നുള്ളൂ. എം എന്തോ ലെറ്റർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും
അത് എന്റെ ക്ലയന്റ് ആണെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ എടുത്തിട്ട് ശ്രുതിക്കരികിൽ നിന്ന് മാറി നിന്നിട്ടാണ് കേട്ടോ ശ്രുതി സംസാരിക്കുന്നത്. വിളിച്ചത് വിമലയാണ്. ഫോൺ എടുത്ത ഉടനെ തന്നെ വിമലയുടെ അടുത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അമ്മയുടെ അടുത്ത് ഞാൻ ഫോൺ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ, ഇവിടെ ശ്രുതിയുണ്ട്. അപ്പോഴേക്കും കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് വിമല ഭയങ്കര കരച്ചിലാണ്. അമ്മ എന്തിനു കരയുന്നുള്ള കാര്യം ശ്രുതി ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുമ്പോ ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. എന്താ ആദ്യക്ക് പറ്റിയെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. റോഡില് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിക്കാരൻ വന്ന് ഇടിച്ചിട്ട് പോയി. അവന് കണ്ണിനകത്താണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്താ അമ്മയ്ക്ക് അവനെ പോലും ശരിക്കും നോക്കാൻ വയ്യേ, അമ്മ ഇപ്പൊ എവിടെയുള്ളെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ശ്രുതിയുള്ള അതേ സ്ഥലത്ത് തന്നെയാണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. മുമ്പ് വിമലയ്ക്ക് വയ്യാണ്ടായ സമയത്ത് ശ്രുതി അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന അതേ ഹോസ്പിറ്റലിലാണ്, നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവരാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം കൂടി വിമല ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ശ്രുതി അങ്ങനെ വിമലയുടെ അടുത്ത് ഭയങ്കര ടെൻഷനായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ ശ്രുതി വരുന്നത്. ഒരു ആളെയും കൊണ്ടിട്ട് ഇത് വാഷിംഗ് മെഷീന്റെ ഡീലറാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഒരു ക്ലയന്റിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ശ്രുതി അവരായിട്ട് ഡീൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് നൈസായിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അമ്മേ ഞാൻ ഉടനെ തന്നെ വരാം എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും വേണ്ട നീ ഇപ്പൊ വരണ്ട, ഇവിടെ സച്ചിൻ രേവതി ഉണ്ടെന്നുള്ള കാര്യം പറയാൻ കേട്ടോ. അമ്മ അവരെന്താ അവിടെ, അമ്മ രേവതിയെ വിളിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ചതൊന്നുമല്ല, രേവതിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ്. എന്തായാലും ഇപ്പോൾ എമർജൻസി വാർഡിനകത്താണ് ആദ്യം ഉള്ളത്, അവർ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവക്ക് ആദ്യം ഉടനെ തന്നെ കാണണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ കേട്ടോ. ഫോൺ വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ മോൻ അവിടെ എന്ത് സിറ്റുവേഷനിലാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ, എനിക്ക് അവൻ്റെ കൂടെ നിൽക്കണം, അങ്ങനെ ഞാൻ എങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പോവാ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ. നമ്മുടെ ശ്രുതി അരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. അവർക്ക് ശ്രുതിയെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. സർ ഇതാണ് എൻ്റെ വൈഫ്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ആ കെറ്റിലിനെ കുറിച്ചിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. സർ ഇതിന് 2 years വാറണ്ടി ഉണ്ട്, പ്രൈസ് 1000 ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സാർ നോക്കിയാൽ വാഷിംഗ് മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിന് ഈ കെറ്റിൽ ഫ്രീ ആയിട്ട് തരും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും ശ്രുതി ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ശ്രുതി പോകുന്നതിന് മുമ്പായിട്ട് കസ്റ്റമറുടെ അടുത്ത് പറയുന്നത്, സർ ഇത് നോക്കിക്കോളൂ ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മാറി പോകുന്നത്. ശ്രുതി വിളിച്ചത് എന്തിനാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, നീ ഇപ്പോൾ ഫ്രീ ആയിട്ട് എന്തിനാ ഞാനത് കൊടുത്തെന്നില്ലല്ലോ ചോദിക്കാൻ വേണ്ടി വരുന്നത്. അവർ വലിയ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സും അതുപോലെ പ്രൈസ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അതാണ് മാർക്കറ്റിംഗ് ടാക്ടിക്സ് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇത് നല്ല ഐഡിയ ആണ്, പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നമ്മൾ വലിയ കമ്പനീസിൽ അതുപോലെ തന്നെ ഹോട്ടൽസിലൊക്കെ പോയിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം, എന്നിട്ട് വലിയ ഓർഡേഴ്സ് എടുക്കണം. അതിന് എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്താ ഐഡിയ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ ശ്രുതി. നമുക്ക് ഈ കെറ്റിൽസ് ഓരോരോ ഐറ്റംസിന്റെ കൂടെ ഫ്രീ ആയിട്ടാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ ഈ കെറ്റിൽസ് നമുക്ക് ഹോസ്പിറ്റൽസ് അതുപോലെ ഹോട്ടൽസിലൊക്കെ പോയിട്ട് ഇതിന് കോംപ്ലിമെന്റ്സ് ആയിട്ട് കെറ്റിൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ആവുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് വലിയ സാധനങ്ങൾ അവർ നമ്മുടെ കടയിൽ വന്ന് മേടിക്കുള്ളൂ. ശ്രുതിയുടെ ഈ ഐഡിയ കേൾക്കുമ്പോൾ കറക്റ്റ് ആണെന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും, ഇല്ല ശ്രുതി നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പാർലറിൽ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് തിരക്കും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ 2-3 ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ അടുത്തുള്ള, അവിടെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞിട്ട്, ഇനിയും ശ്രുതി ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, എന്നെക്കാളും ഒരുപാട് ഐഡിയാസ് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ചിരിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടേക്ക് പോവാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്കും. അങ്ങനെ ആദ്യം കാണാൻ വേണ്ടിയിട്ട് കെറ്റിലും എടുത്തിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും വിമല എന്തായി ഡോക്ടർ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി പേടിക്കാനൊന്നുമില്ല, അവന് ഐബോൾസിൽ പ്രത്യേകിച്ച് ഫ്രാക്ചറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, ശരിയായ സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാലും 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കെട്ടഴിക്കാൻ വേണ്ടി പറ്റും. എപ്പോഴാണ് ഡിസ്ചാർജ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം കുറച്ച് സമയം കൊണ്ട് തന്നെ പറയാമെന്ന് പറയാണ്. അപ്പോഴേക്കും ഒരുപാട് നന്ദിയുണ്ട് സാർ എന്നൊക്കെ വിമല പറയുന്നുണ്ട്. ഡോക്ടർ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോഴും വിമല കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയെ കരയല്ലേ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് വിമല പറയുന്നുണ്ട്, എന്തായാലും നല്ല കാര്യമാണ്, നിങ്ങൾ 2 പേരും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതില്ലെങ്കിൽ ഞാൻ ഭയന്നു പോയേനെ, നിങ്ങൾക്ക് ഞാൻ കാരണമാണ് ബുദ്ധിമുട്ടുണ്ടായത്, നിങ്ങൾ പോയിക്കോ എന്നുള്ള കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല അമ്മേ, ഡോക്ടർ എപ്പോഴാണ് ഡിസ്ചാർജ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയട്ടെ, അതിനുശേഷം പോവാ എന്ന് പറയാണേ. അപ്പോഴേക്കും വിമല പറയുന്നുണ്ട്, രേവതിക്ക് ശരീരത്തിന് സുഖമില്ലാത്തതല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സാവധാനം പോയിക്കോളാം. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ശ്രുതി അവരുടെ അരികിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ സിസ്റ്റർ പുറത്തേക്ക് വരുമ്പോൾ ഉള്ളിൽ പോയിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്ന്
രേവതി ചോദിക്കുമ്പോൾ ആ കാണാ എന്ന് പറയാണ്. അങ്ങനെ വിമലയും കൂട്ടിയിട്ട് സച്ചിൻ രേവതിയും ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ആദിയുടെ അടുത്തേക്ക്. ഉടനെ തന്നെ മാനേജറെ കാണണമെന്നാണ് കേട്ടോ പറയുന്നത്. മാനേജറിന്റെ റൂം കാണിച്ചു കൊടുക്കുമ്പോൾ നേരെ കിച്ചണിലായിട്ട് അവരുടെ അരികിലേക്കാണ് പോകുന്നത്. ഞാന് ഇങ്ങനെ ഹോം അപ്ലയൻസ് സ്റ്റോറൂമിൽ നടക്കുന്ന അവിടെ നിന്നാണ് വരുന്നത് എന്നും ഇതുപോലത്തെ കെറ്റിൽസ് നിങ്ങളുടെ ഹോസ്പിറ്റലിന് ആവശ്യം വരുമല്ലോ, അതുകൊണ്ട് ഇത് കോംപ്ലിമെന്ററി ആയിട്ട് തരാന്നുള്ള കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മേടിക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട് ഞാൻ MD ആയിട്ട് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാർഡുകളിലേക്ക് ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്ററിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വാർഡ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആദ്യം തന്നെ ശ്രുതി ചോദിക്കുന്നത് ഈ കുട്ടികളുടെ വാർഡൊക്കെ എവിടെയാണെന്നുള്ള കാര്യമാണ്. സിസ്റ്റർ ശ്രുതിയെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ വാർഡിന്റെ അവിടേക്ക് കയറിയിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊന്നും ആദ്യം കാണുന്നില്ല നമ്മുടെ ശ്രുതി. അങ്ങനെ അവൾ ആദ്യം കയറിയ വാർഡിനകത്തൊന്നും നമ്മുടെ ആദ്യം ഇല്ല കേട്ടോ. അടുത്ത വാർഡ് എവിടെയാന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി ആദ്യമുള്ള വാർഡിലേക്ക് അങ്ങ് കയറുന്ന സമയത്താണ് സച്ചിയും രേവതിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. അവരെ കണ്ടിട്ട് ആകെ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതിയെ കാണുമ്പോഴേക്കും സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ പെണ്ണുങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. രേവതി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി നീ എന്താ ഇവിടെ എന്നുള്ള കാര്യം. ഞാൻ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അല്ല നിങ്ങൾ എന്താ ഇവിടെ? എനിക്ക് പനിയായതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അറിയുന്ന ഒരു കുട്ടി ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും അയ്യോ ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ശ്രുതി ചോദിക്കുകയാണ്. കാരണം ശ്രുതി കാണാൻ വേണ്ടി വന്നതും രേവതി കാണാൻ വേണ്ടി വന്നതും ഒരേ ആളാണെന്നുള്ള കാര്യം ശ്രുതിക്ക് ഓൾറെഡി അറിയാമല്ലോ. അങ്ങനെ ശ്രുതി ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോഴേക്കും ആരാ എന്തായെന്നൊന്നും ചോദിക്കാതെ നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രുതി ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. ശ്രുതിയുടെ കള്ളത്തരം സച്ചി കണ്ടുപിടിക്കുകയില്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വിശേഷത്തിൽ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ.